ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് വ്ലോഗ്. ഇതാണ് നമ്മുടെ മെയിൻ ആൾ. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ഷോർട്ട് വ്ലോഗ് വീഡിയോ. ഓക്കെ, ഹായ്. ഇത് നമ്മുടെ ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വ്ലോഗ് എടുക്കാം. കുളിക്കാൻ നിൽക്കാം ഗൈസ്. നമ്മുടെ ഉത്സവമാണു ഇന്ന്. അതിന്റെ തിരക്ക് ആണ് ഈ ആൾക്കു ലിഫ്റ്റ് കത്തിയിട്ട് തേരാത്തൊരു പാൻറ് ഇട്ടിട്ട് വന്നേക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നോ? രാവിലെ ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കഴിക്കാൻ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു 11:30 ആയി. അങ്ങനെ അത് കഴിക്കാനായിട്ട് എടുത്തപ്പോഴാണ് കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ബാൻഡേജൊക്കെ വെച്ചിട്ട് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നല്ല വേദനയായിരിക്കും. അല്ലെ തന്നെ ഫുഡൊന്നും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നില്ല. കൈ നല്ല വേദനയുണ്ട്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറ്റിയതാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ടുള്ളത് ഇപ്പം കാണാം. കുറേ മുകളിലോട്ട് കയറി ചെന്നപ്പോൾ പിള്ളേരെല്ലാം കൂടെ അവിടെ വൈബടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ കളിയാക്കുന്നുണ്ട്, വെള്ളവടിയാണോ എന്ന്. പിള്ളേർ അങ്ങനത്തുള്ള പിള്ളേരല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വ്ളോഗിൽ വെള്ളവടിയാണ് ഗൈസ്. ഇവനാണ് മെയിൻ. 3 കാളുണ്ട്. ഒരെണ്ണം നമ്മുടെ പരിചയക്കാരൻ്റെ ആണ്, ഒരെണ്ണം പിന്നെ അവിടെ ലൈറ്റ് ബോക്സ് ഉണ്ട്. ലൈറ്റ് ബോക്സും പോപ്പറും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും അടിച്ചിട്ട് നല്ല വെയിലുണ്ട്. നമുക്ക് തലവേദന പറയും. നമ്മൾ തിരിച്ച് ചെയ്ത് വിടത്തി. ഇനി കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഗെറ്റ് റെഡി വിത്ത് അല്ലേ. എന്തായി മമ്മി, എല്ലാം കഴിഞ്ഞോ? ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും കാണും. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അവനെനിക്ക് വാരി തന്നു. പിന്നെ ഞാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എല്ലാവരും കഴിച്ചിട്ട് വേണം കഴിക്കാൻ. പിന്നെ പയ്യെ ഫുഡൊക്കെ വിളമ്പി പയ്യെ അതിരുന്ന് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. കാരണം നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അതുവഴിയാണ് എല്ലാം പാസ് ചെയ്യുന്നത്. ആ ഒരു സൈഡിലെ കരയുടെ ഫുള്ള് ഫ്ലോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സൈഡിൽ കൂടെ ആണ് പോകുന്നത്. ഇവിടെ നിന്നാണ് നേരെ അമ്പലത്തിൽ ചെല്ലുന്നത്. അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 14 കരക്കാരുടെ ഉത്സവമാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല തിരക്കുമാണ്. അതേപോലെ അത്രയ്ക്ക് ഫ്ലോട്ടുമാണ്. ഈ ഒരു പ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ഇറക്കുന്ന ഒരു അമ്പലം നമ്മുടെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉത്സവത്തിന് വേണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ബാക്കിയുള്ളവർ വരാൻ ഭയങ്കരമായ ലാഗ്. അപ്പോൾ തന്നെ ഉടനെ എല്ലാവരും വന്നു. പിന്നെ നമ്മൾ കണ്ട് വന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അങ്ങനെ ഇവിടുന്ന് നല്ല നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ പയ്യെ അങ്ങോട്ട് കാണാൻ വേണ്ടി ഇറങ്ങി. അവിടുന്ന് ഡാൻസൊക്കെ കളിച്ച് കുഴഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും അമ്പലത്തിൽ വന്നാൽ അവിടെ വന്നാലല്ലേ ബാക്കിയെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ കരക്കാരുടെയും ഫ്ലോട്ട് കാര്യങ്ങളെല്ലാം അമ്പലത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ രൂപങ്ങളാണ്. അതേപോലെ ഈ വീഡിയോക്കകത്ത് ഫുള്ള് വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. പറ്റിയത് മാത്രം വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കുറേയൊക്കെ കണ്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് നമ്മുടെ പ്ലാൻ അറിയാമല്ലോ, എന്തെങ്കിലും കഴിക്കാമെന്നാണ്. അപ്പം എൻ്റെ കണ്ണ് പെട്ടെന്ന് പോയത് മുളക് ബജിയിലോട്ടാണ്. എനിക്കത് ഭയങ്കരമായ ഇഷ്ടമാണ്. സോ അതും ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതിന് നല്ല ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം നല്ല രീതിയിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ലോകം നടക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് കുറച്ച് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടാണ് തിരിച്ചു വന്നത്. സോ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു അടിപൊളി നടക്കാൻ വയ്യ. എന്നാലും നമുക്ക് ആകെ കിട്ടിയ ഒരു ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം നമ്മളെല്ലാം കണ്ട് തീർക്കണം. ഇത്രയധികം കാര്യങ്ങൾ കവർ ചെയ്താലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. സോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കുറേ വീഡിയോ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെയാണ് ബാക്കി ഇതെല്ലാം. ഇനി എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് വ്ളോഗ് ഇവിടെ വെച്ച് തീർക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ് ഗൈസ്. Okay, bye.